എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യനെയറാണ്. ഇതൊരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യനെയർ ഒന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന 5 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു ക്ലാരിറ്റി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ. 5 ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഓരോരാളും അസസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പഠിത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സമയമാണെങ്കിലും ആറ്റിറ്റ്യൂഡാണെങ്കിലും കൺസിസ്റ്റൻസി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗോയിങ് ടു ജിം ട്വൈസ് എ വീക്ക് ആൻഡ് വർക്കൗട്ട് ഫോർ 2 hours ഓർ ഗോയിങ് ടു ജിം എവറി ഡേ ആൻഡ് വർക്കൗട്ട് ഫോർ 30 minutes. അപ്പോൾ ചോദ്യം ഉദ്ദേശിക്കുന്നത് ജിമ്മിന് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രാവിലെ തന്നെ ജിമ്മിന് പോവുകയാണ്. അപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം മാത്രം പോയി ആ പോകുന്ന 2 ദിവസം കഠിനമായ വർക്കൗട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതാണോ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല ഗോയിങ് ടു ജിം എവറി ഡേ ആൻഡ് വർക്കൗട്ട് ഫോർ 30 minutes, എല്ലാ ദിവസവും രാവിലെ 5:30 പോയിട്ട് 6 മണിക്ക് വന്നാലും എല്ലാ ദിവസവും 30 മിനിറ്റ് ചെയ്യുന്നതാണോ എഫക്റ്റീവ് ആവുക? രണ്ടാമത്തെ കാര്യത്തിൽ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഠിത്തം ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത്? ഒരു ദിവസം ഒരാഴ്ചയിൽ 1-2 ദിവസം നമ്മൾ 7-8 മണിക്കൂർ പഠിക്കുന്നതാണോ നല്ലത്? എല്ലാ സബ്ജക്ട്സിനും ഏകദേശം കോറിലേഷനൊക്കെ ഉണ്ടാവാനും റിവിഷനൊക്കെ ഉണ്ടാവാനും വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഒരു 4 മണിക്കൂർ പഠിക്കാൻ പറ്റിയാൽ നന്നായി പഠിക്കുന്നവർക്ക് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടാണെന്ന് വേണം കരുതാൻ. അപ്പോൾ എല്ലാത്തിലും, പഠിത്തത്തിൽ മാത്രമല്ല എല്ലാത്തിലും അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ പറയുന്ന റിസൾട്ട്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ റിസൾട്ട് കുറേയും കൂടെ കൺസിസ്റ്റൻ്റായി ലഭിക്കുക എങ്ങനെയാണ്? കുറേയും കൂടെ റെഗുലർ ആകുമ്പോഴാണ്, അല്ലാതെ റാൻഡമായിട്ടൊരു വലിയ എഫേർട്ട് ഇടുമ്പോഴാണ് എന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം, ഞാൻ പറയുന്നത് മാത്രം. അതുകൊണ്ടാണ് ഇതൊരു ക്വസ്റ്റ്യനെയറാണ്. ഒരു പെർഫെക്റ്റ് സൊല്യൂഷനുള്ളൊരു ചോദ്യത്തിൻ്റെ കളക്ഷൻ അല്ല. രണ്ടാമത് എ റൂം ഫുൾ ഓഫ് തിങ്സ് അൺഅറേഞ്ച്ഡ് ഓർ എ നീറ്റ് ആൻഡ് ക്ലീൻ സ്പേസ് ഓർഡർലി അറേഞ്ച്ഡ്. ഇപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരുടെ റൂമുകൾ കണ്ടിട്ടില്ലേ, വളരെയധികം ഷാബി ആയിരിക്കും. അവർ ഭയങ്കര അൺടൈഡി ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ വളരെ നീറ്റായിട്ട് ചിലപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടാവും. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ നമ്മൾ പഠിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഓർഡർലി അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു പ്ലാനിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രമിക്കാൻ തോന്നും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പഠിത്തം തന്നെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, കുറച്ച് ബേസിക് സയൻസ് പഠിച്ചു, കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ചെയ്തു. ഇപ്പോൾ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്യുന്നവരുടെ പ്രശ്നം എന്താ? ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ചോദ്യം തന്നെ വരണം, എന്നാലേ കിട്ടുള്ളൂ. പക്ഷെ ബേസ് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഗസ് എങ്കിലും ഇന്നതായിരിക്കാം എന്നെങ്കിലും പറയാൻ പറ്റും. മറ്റേത് ആ ചോദ്യം തന്നെ വരണം. അപ്പോൾ ഓർഡറിലായിട്ട്, അതായത് ഇപ്പോൾ SCRT പഠിച്ച് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ച് സിലബസ് നോക്കി അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് എഴുതി പിന്നെ റിവിഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും, അല്ലാതെ ഓർഡറൊന്നും ഇല്ലാതെ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി നമുക്ക് ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്ത് അങ്ങനെയാകുമ്പോൾ കോൺഫിഡൻസ് കുറയില്ലേ? നിങ്ങൾ തന്നെ അത് പറയണം. അതുകൊണ്ട് വളരെ ഓർഡറുള്ളൊരു പ്ലാനാണോ വേണ്ടത്? അല്ല ഈ പറഞ്ഞ റാൻഡംലി അവിടെ നിന്ന് പഠിക്കുന്നതാണോ നല്ലതെന്ന് ആലോചിക്കണം. 10 hours ഓഫ് ഇൻ്ററപ്റ്റഡ് സ്റ്റഡീസ് ഓർ 4 hours ഓഫ് ഫോക്കസ് സ്റ്റഡി. ഫോക്കസ്ഡ് ആയിട്ട് നമുക്കൊരു 3 മണിക്കൂർ 3.5 മണിക്കൂർ 4 മണിക്കൂർ, ഇപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ട്, അമ്മമാർ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ ഉറക്കിയിട്ടും അവരുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തിട്ടും ഈ പറയുന്ന പഠിത്തവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 4 മണിക്കൂർ 3.5 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുകയാണോ നല്ലത്? അല്ല ഈ പറഞ്ഞ പോലെ 10 മണിക്കൂർ ഇൻ്ററപ്റ്റഡ് ആയിട്ട് ഫോണിൽ നോക്കി, നോട്ടിഫിക്കേഷൻ നോക്കി, മെസ്സേജ് നോക്കി, വാട്സപ്പിൽ റിപ്ലൈ ചെയ്ത് പഠിത്തം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയാണ് നമ്മൾ തന്നെ നോക്കണം. എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾ വരുത്തേണ്ടതുണ്ട്. യുവർ പ്ലാൻ ഓർ നെയ്ബേഴ്സ് പ്ലാൻ. ആരെങ്കിലും പ്ലാനാണോ അല്ല നിങ്ങളുടെ പ്ലാനാണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം കരുതാം? നമ്മുടെ പ്ലാനല്ല. കാരണം എന്താ, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ കാര്യം ഇപ്പോൾ ഒരാൾ ചോദിച്ചാലും, ഇപ്പം നമ്മുടെ ഒരു ജനറേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ സീനിയേഴ്സ് ആണെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താ പ്ലാൻ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റോ ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്ലാനാണെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പം ആ പ്ലാൻ എന്ന് പറയുന്നത് വളരെ സോർട്ടഡ് ഔട്ടായിട്ട് മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ലാസ്റ്റ് ചോദ്യം, പ്ലാൻ എ ഓർ പ്ലാൻ ബി സി ഡി ഇ എഫ്. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് നമ്മളൊരു ടാർഗറ്റ് വെക്കും, അല്ലേ?
അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്ന കുറേ പരിപാടിയുണ്ട്. ചിലപ്പോൾ ഗൾഫ് പോകാമെന്നായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാമെന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ട്യൂഷൻ എടുക്കാമെന്നായിരിക്കും. അങ്ങനെ പല 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 പരിപാടിയുണ്ട്. പക്ഷേ പ്ലാൻ എന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബിയും സിയും ഡിയും പ്ലാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ, നമുക്ക് പ്ലാൻ എയിൽ തീരെ ഉറപ്പില്ല എന്നല്ലേ അർത്ഥം. പ്ലാൻ എ നോക്കി കഴിയുന്ന സമയത്ത് അത്ര തന്നെ എഫേർട്ട്, മുഴുവൻ എഫേർട്ടും പ്ലാൻ എക്ക് കൊടുക്കേണ്ട സമയത്ത് നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് പോവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാൻ എ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് ബൈഫർക്കേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. കാരണം എന്താ, ബിയും സിയും ഡിയും ഒക്കെ നോക്കണം. അതിലിടക്ക് ബാങ്ക് പരീക്ഷ എഴുതുന്നവരുണ്ടാവും, SSC എഴുതുന്നവരുണ്ടാവും, CGL എഴുതുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഒരാൾ നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഫോക്കസ് പ്ലസ് എയിം വളരെ ഷാർപ്പായിട്ടില്ലെങ്കിൽ നമ്മൾ സമയം എടുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും, പക്ഷേ സമയമെടുക്കും മറ്റേതിന്. കാരണം എന്താണ്, നമ്മൾ ഒരു ജോലിക്ക് മാത്രമല്ല ശ്രമിക്കുന്നത്, 5 എണ്ണം ഒരുമിച്ച് ശ്രമിക്കുകയാണ്. 5 എണ്ണത്തിനും അതിൻ്റേതായ ഡീസൻ്റായിട്ടുള്ള എഫേർട്ട് എല്ലാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാ പരീക്ഷയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത്, ജോലി കിട്ടാൻ വൈകാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യാനുള്ള സമയം കൂടുതലായിരിക്കും. കാരണം നിങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ടഡ് ആണ് 5 കാര്യത്തിൽ. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം 5 എണ്ണത്തിൽ ഡൈവേർട്ടഡ് ആണ്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.